അറിഞ്ഞില്ലേ നിങ്ങള്? സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല. ചാൻസ് ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന യുവനടൻ സംവിധായകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു മോശം അനുഭവം ഉണ്ടായത്. സിനിമയിൽ അവസരം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. ഒടുവിൽ സംവിധായകനെ തല്ലേണ്ടി വന്നുവെന്നും അങ്ങനെ പുള്ളി വിളിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, കലൂരുണ്ട്, എന്നാൽ നീ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വേറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു. പുള്ളി എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു, ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു. എന്നിട്ട് പുള്ളി ചോദിച്ചു, നവജിത്തെ സിനിമ അറിയാലോ, സിനിമ എങ്ങനെയാണെന്നറിയാലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. നിന്നെയൊക്കെ ഒടേ നമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ? ചാൻസ് തെണ്ടിയും തെറികെട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ ഇടക്കറിയപ്പോ നിനക്കൊക്കെ ചാൻസ് ചോദിച്ചു വരുന്നവരോടൊരു പോയി. പുള്ളി പതി എൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു. നീ ഇത്തരക്കാരനാന്ന് വിചാരിച്ചിട്ടാ നിനക്കുള്ള അച്ഛനാങ്ങളമാര്. എനിക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട്. ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പെടുത്തം പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. ഓ അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര പിടുത്തം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു. കൈ പിടിച്ച് മാറ്റി. പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൈ എടുക്കുന്നു പറഞ്ഞപ്പോൾ ഇയാൾ കൈ വിടുന്നുണ്ട്. പിന്നെയും ഇയാൾ അവിടെ പിടിച്ചിങ്ങനെ തിരിച്ചു കൊടുക്കുക. ഞാൻ എഴുന്നേറ്റ് കൈയും തട്ടി എഴുന്നേറ്റ് ചള്ള നോക്കി രണ്ടെണ്ണം കൊടുക്കും ചെയ്യുന്ന നെഞ്ചിനൊരു ചവിട്ടം കൊടുത്തു. പുള്ളി എന്തായാലും മറക്കൂല. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം.